നമസ്കാരം. ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു ബോഡി ഷെൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് SUV വാഹനങ്ങൾ തന്നെയാണ്. SUV വാഹനങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്ന ഭൂരിപക്ഷം വാഹനങ്ങളും, അതായത് SUV ടാഗ് ലൈനിൽ വരുന്ന ഭൂരിപക്ഷം വാഹനങ്ങളും SUV അല്ല എന്നുള്ളൊരു സത്യം കൂടെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള വാഹനങ്ങളൊക്കെ വാങ്ങുന്നത്. ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2026 ഫെബ്രുവരി മാസത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റ SUV വാഹനങ്ങളെക്കുറിച്ചിട്ടാണ്. അങ്ങനെ പറയുമ്പോഴത്തേക്കും ഒരു കാര്യം നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ വീണ്ടും വീണ്ടും പറയുകയാണ്. ഈ വാഹനങ്ങളൊക്കെ SUV എന്ന് പറഞ്ഞാൽ സ്പോർട്സ് യൂട്ടിലിറ്റി വെഹിക്കിൾ, ആ ഒരു കാറ്റഗറിയിൽ വരുന്ന വാഹനങ്ങളൊന്നുമല്ല. യഥാർത്ഥത്തിൽ ഇത് ഒരു സ്യൂഡോ SUV കാറ്റഗറിയിൽ വരുന്ന വാഹനങ്ങളാണ്. മൈക്രോ SUV എന്ന് വരുന്ന വാഹനങ്ങളൊക്കെ ഹാച്ച് പാക്ക്, ടോൾ ബോയ് ഹാച്ച് പാക്ക് കോൺസെപ്റ്റിലുള്ള വാഹനങ്ങളാണ്. ക്ലാഡിംഗ് ഒക്കെ വെച്ച് വലിയ ഗ്രില്ലൊക്കെ വെച്ചിട്ട് ആ ഒരു വാഹനത്തിന് SUVയുടെ രൂപഭാവം കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിപ്പോൾ കോമ്പാക്ട് SUV ആണെന്നുണ്ടെങ്കിലും മിഡ് സൈസ് SUV ആണെന്നുണ്ടെങ്കിലും എല്ലാം അങ്ങനെ തന്നെയാണ്. SUV എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിയർ വീൽ ഡ്രൈവ് ആയിരിക്കണം, അല്ലെങ്കിൽ 4x4 കേപ്പബിലിറ്റി വേണം, 170 മില്ലിമീറ്ററിന് മുകളിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് വേണം, ലാഡ്രോൺ ഫ്രെയിം ആയിരിക്കണം. അങ്ങനെയുള്ള ഒരുപാട് പാരാമീറ്റേഴ്സ് ഫുൾഫിൽ ചെയ്താൽ മാത്രമാണ് അതിനെ SUV എന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമാകും എന്ന് പേഴ്സണലി വിശ്വസിക്കുന്നു. എഞ്ചിൻ ബേയുടെ മറ്റൊരു വ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ലോഗും നമ്മുടെ ഇത്തരത്തിലുള്ള കോണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. രണ്ടാമത്തെ സ്ഥാനത്ത് വന്ന വാഹനം ഒരു മിഡ് സൈസ് SUV കാറ്റഗറിയിൽ വരുന്നൊരു വാഹനമാണ്. കിയയുടെ മിഡ് സൈസ് SUV ആയിട്ടുള്ള കിയ സെൽറ്റോസ് ആണ്. സെൽറ്റോസിന് റീസെൻ്റായിട്ട് ഒരു അപ്ഡേഷൻ ലഭിച്ചു എന്നുള്ളത് വലിയ കാര്യമാണ്. പക്ഷേ ആ അഗ്രസീവായിട്ടുള്ള ആ ഗ്രില്ല് കാര്യങ്ങളൊക്കെ എത്രത്തോളം ഇന്ത്യൻ കസ്റ്റമേഴ്സ് ആ ഡിസൈൻ ലാംഗ്വേജ് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് ഇപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. കിയയുടെ ഓപ്പോസിറ്റ്സ് യൂണിറ്റ്സ് എന്ന് പറയുന്ന ഡിസൈൻ ലാംഗ്വേജിൽ വരുന്ന വാഹനങ്ങൾക്ക് താരതമ്യേന ഇന്ത്യൻ മാർക്കറ്റിൽ അക്സെപ്റ്റൻസ് കുറവാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2026 ഫെബ്രുവരി മാസത്തിൽ 10,308 യൂണിറ്റുകളാണ് ടോട്ടൽ സെൽറ്റോസിൻ്റെ വിവിധ മോഡലുകൾക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡീസലിൽ അവൈലബിൾ ആണ്, പെട്രോളിൽ അവൈലബിൾ ആണ്, ടർബോ പെട്രോളിൽ അവൈലബിൾ ആണ്, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുണ്ട്, മാനുവൽ ട്രാൻസ്മിഷനുണ്ട്. ഈ ഒരു വാഹനം യഥാർത്ഥത്തിൽ നമ്മുടെ ഹ്യുണ്ടായി ക്രെറ്റയുടെ എഞ്ചിൻ തന്നെയാണ് ഷെയർ ചെയ്യുന്നത്. ഡിസൈൻ ലാംഗ്വേജിലൊക്കെ വ്യത്യാസം ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ക്രെറ്റയുടെ ഒരു സിബ്ലിംഗ് എന്നുള്ള രീതിക്ക് നമുക്ക് ഈ ഒരു വാഹനത്തെ കാണാം. ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 10,99,000 മുതൽ 20,19,000 വരെയാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അടുത്ത കാറ്റഗറിയിൽ വരുന്ന ഒരു വാഹനമാണ് 9ാം സ്ഥാനത്ത് വന്നിട്ടുള്ളത്. അതായത് കോമ്പാക്ട് SUV കാറ്റഗറിയിൽ വരുന്ന ഏറ്റവും പ്രധാനമായിട്ടും ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻ കിട്ടിയ ഒരു വാഹനമാണ് ഹ്യുണ്ടായുടെ വെന്യൂ എന്ന് പറയുന്ന ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻ കിട്ടിയ കോമ്പാക്ട് SUV. 10,494 യൂണിറ്റുകളാണ് 2026 ഫെബ്രുവരി മാസത്തിൽ ഈ ഒരു വാഹനത്തിന് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് വലിയൊരു കാര്യമാണ്. കാരണം ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേഷൻ ലഭിച്ച് പ്ലാറ്റ്ഫോമിലൊക്കെ വ്യത്യാസം വരുത്തിയിട്ടാണ് ഈ ഒരു വാഹനം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ളത്. 8 ലക്ഷം മുതൽ 15,69,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്-ഷോറൂം പ്രൈസ്. N-Line എന്ന് പറയുന്ന ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വേർഷൻ കൂടെ ഈ ഒരു വാഹനത്തിനുണ്ട്. ഇപ്പോൾ അഡാസിൻ്റെ പ്രൊവിഷനൊക്കെ വന്നതോടുകൂടി തന്നെ ഈ ഒരു വാഹനം നല്ല രീതിക്ക് ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം സെൽറ്റോസിൻ്റെ കേസ് പറഞ്ഞപ്പോഴത്തേക്കും 10,99,000 ആ ഒരു വാഹനത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ 10,65,000. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും വെറും 35,000 രൂപയുടെ ഡിഫറൻസ് മാത്രമാണ് അവിടെ ഉള്ളത്. അങ്ങനെയാണ് പല കസ്റ്റമേഴ്സും ഈ കോമ്പാക്ട് SUVയിൽ നിന്നും കുറച്ചും കൂടെ വലിയ വാഹനമായിട്ടുള്ള മിഡ് സൈസ് SUVയിലേക്ക് പോകുന്നത്. ഫീച്ചേഴ്സൊക്കെ കുറച്ച് കുറവായിരിക്കും, നമ്മൾ പല കാര്യങ്ങളിലും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. എന്നാൽ പോലും വളരെ ജുഡീഷ്യസ് ആയിട്ട് ചിന്തിക്കുമ്പോഴത്തേക്കും ടർബോ പെട്രോൾ വേണ്ടാത്ത അല്ലെങ്കിൽ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ സെലക്ട് ചെയ്യുന്ന ആളുകൾ കുറച്ച് ഫീച്ചറുകൾ കോംപ്രമൈസ് ചെയ്തിട്ട് ഇത്തരം വലിയ വാഹനങ്ങളിലേക്ക് പോകുന്നൊരു പ്രതിഭാസം ഇപ്പോൾ കാണുന്നുണ്ട്. ഇപ്പം 8ാം സ്ഥാനത്ത് ദ റിയൽ SUV എന്ന് നമുക്ക് വിളിക്കാം. നമ്മളിപ്പം ഇതിൻ്റെ തുടക്കം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, SUV വാഹനങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും ഭൂരിഭാഗവും സ്യൂഡോ SUVകളാണ്. പക്ഷേ ഇത് 8ാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ഥാറാണ്. അപ്പോൾ ഥാറിൻ്റെയും ഥാർ റോക്സും കൂടെ ഉൾപ്പെടെയുള്ള 2 മോഡലുകൾ ചേർത്ത് ടോട്ടൽ വിറ്റത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വാഹനം 8ാമത്തെ സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 11,047 യൂണിറ്റുകളാണ് 2026 ഫെബ്രുവരി മാസം മൊത്തത്തിൽ ഇവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. റിയർ വീൽ ഡ്രൈവ് വാഹനത്തിനൊക്കെ നല്ല അക്സെപ്റ്റൻസ് ലഭിക്കുന്നുണ്ട്. 9,99,000 മുതൽ 17,19,000 വരെയാണ് ഥാറിൻ്റെ 3 ഡോർ വേർഷൻ്റെ എക്സ്-ഷോറൂം പ്രൈസ്. എന്നാൽ ഥാർ റോക്സിലേക്ക് വരുമ്പോഴത്തേക്കും മികച്ച പ്ലാറ്റ്ഫോമാണ്. ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ഥാറിൻ്റെ 3 ഡോറിലുള്ള ആ സസ്പെൻഷൻ്റെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഥാർ റോക്സിൽ വളരെ കുറവാണ്. ഗ്ലൈഡ് പ്ലാറ്റ്ഫോമാണ് അവിടെ വന്നിട്ടുള്ളത്. ഇവിടെ പ്രൈസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 12,39,000 മുതൽ 22,25,000 വരെയാണ്. വിവിധ എഡിഷൻസ് ഒക്കെ ഇപ്പോൾ സ്റ്റാർ എഡിഷൻ അങ്ങനെയൊക്കെ പറയുന്ന എഡിഷൻസ് ഇപ്പം റീസെൻ്റായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങളതൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇതെല്ലാം മാർക്കറ്റിംഗ് ഗിമ്മിക്ക് തന്നെയാണ്. ഇനി 7ാം സ്ഥാനത്ത് മാരുതി സുസുക്കിയുടെ മിഡ് സൈസ് SUV ആയിട്ടുള്ള
മാരുതി സുസുക്കി വിക്ടോറിയസ് ആണ്. 13,021 യൂണിറ്റുകളാണ് 2026 ഫെബ്രുവരി മാസം ടോട്ടൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് CNG ബൂട്ടിലല്ല, അണ്ടർ ബോഡിയിലാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമെന്ന് പറയുന്നത് സ്ട്രോങ് ഹൈബ്രിഡ് വരുന്നു എന്നുള്ളതാണ്. 10,50,000 മുതൽ 19,99,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ നോർമൽ പെട്രോൾ വേർഷൻ വാഹനത്തിൻ്റെ ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. ഇനി 6 സ്ഥാനത്തേക്ക് യഥാർത്ഥത്തിൽ ഈ ഒരു വാഹനത്തെ SUV എന്ന് വിളിക്കാൻ കഴിയുമോ എന്നുള്ളൊരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. എന്നാൽ പോലും ഭൂരിഭാഗവും SUV വാഹനങ്ങളുടെ കൂട്ടത്തിൽ ഈ ഒരു വാഹനത്തെ ലിസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സ്ഥാനത്ത് ബലീനോയുടെ പ്ലാറ്റ്ഫോമിൽ വരുന്ന ഒരു ക്രോസ് ഓവർ ലുക്കൊക്കെ അത് കിട്ടാൻ വേണ്ടിയിട്ട് യൂറോപ്യൻ മാർക്കറ്റിലുള്ള S-Crossൻ്റെ മുഖഭാവമായിട്ട് ഈ ഒരു വാഹനം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ളത്. AMT ട്രാൻസ്മിഷനാണ് അതിൻ്റെ ഓട്ടോമാറ്റിക് എന്ന് പറയുന്നത്. മാരുതി അതിനെ AGS എന്ന് വിളിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിന് ഒരു ടർബോ പെട്രോൾ വേർഷൻ കൂടിയുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് മാരുതി സുസുക്കി ഫ്രോങ്സിനെ കുറിച്ചിട്ടാണ്. 2026 ഫെബ്രുവരി മാസം 13,898 യൂണിറ്റുകൾ ടോട്ടൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. CNGയിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. ഡീസലിന് ബദലായിട്ട് CNG കൊണ്ടുവരുന്നു എന്നുള്ള വാദഗതികളൊക്കെ മാരുതി സുസുക്കിയുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ പോലും കഫേ നോംസിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് CNG വാഹനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് മാരുതി സുസുക്കി കൊണ്ടുവരുന്നത്. അവരുടെ പോർട്ട്ഫോളിയോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻട്രി ലെവൽ കാറുകളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും കൂടുതൽ പെട്രോൾ വാഹനങ്ങളാണ് അവർക്കുള്ളത്. 6,85,000 മുതൽ 11,98,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ നാച്ചുറലി ആസ്പിറേറ്റഡ് 1.2 KTL-N എന്ന് പറയുന്ന എഞ്ചിനുള്ള വേർഷൻ്റെ ഷോറൂം പ്രൈസ്. ഇനി 5ാം സ്ഥാനത്ത് റിയൽ SUV എന്ന് വിളിക്കാൻ കഴിയുന്ന നെയിം പ്ലേറ്റിലുള്ള വാഹനങ്ങളാണ് സ്കോർപിയോ ക്ലാസിക്കും സ്കോർപിയോ എന്നും. സ്കോർപിയോ ക്ലാസിക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഡീസലിൽ അവൈലബിൾ ആണ്, മാനുവൽ ട്രാൻസ്മിഷനിൽ അവൈലബിൾ ആണ്. മറ്റ് പെട്രോൾ വേർഷനൊന്നും ഇവിടെ ഇല്ല, മാനുവൽ ട്രാൻസ്മിഷൻ മാത്രമേ ഉള്ളൂ, ഓട്ടോമാറ്റിക്കും ഇല്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇതൊരു റഗഡ് ആയിട്ടുള്ള ഒരു SUV എന്ന കാറ്റഗറി നമുക്കിതിനെ പെടുത്താം. എന്നാൽ സ്കോർപിയോ എന്നിലേക്ക് വരുമ്പോഴത്തേക്കും പെട്രോൾ എഞ്ചിനുണ്ട്, ഡീസലുണ്ട്, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുണ്ട്, ഒബ്വിയസ്ലി മാനുവലുണ്ട്. അത് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. 14,665 യൂണിറ്റുകളാണ് ടോട്ടൽ 2026 ഫെബ്രുവരി മാസം സ്കോർപിയോ ക്ലാസിക്കും സ്കോർപിയോ എന്നും ചേർത്ത് അവർക്ക് ടോട്ടൽ വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സ്കോർപിയോ ക്ലാസിക്കിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 12,98,000 മുതൽ 16,70,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഷോറൂം പ്രൈസ്. പക്ഷേ ഡീസലിൽ മാത്രമാണ് ഈ ഒരു വാഹനം അവൈലബിൾ ആയിട്ടുള്ളൂ. പക്ഷേ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇവിടെ പെട്രോൾ എഞ്ചിനൊക്കെ നല്ല പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എഞ്ചിനാണ്. 13,49,000 മുതൽ 24,34,000 വരെയാണ് സ്കോർപിയോ എൻ എന്ന് പറയുന്ന പ്രീമിയം 6 സീറ്റിലും 7 സീറ്റിലും അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു വാഹനത്തിൻ്റെ ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. ഇനി 4ാം സ്ഥാനത്തേക്ക് വരുന്ന വാഹനം അത് മാരുതി സുസുക്കിയുടെ കോമ്പാക്ട് SUV ആയിട്ടുള്ള മാരുതി സുസുക്കി ബ്രസയാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു വാഹനത്തിന് ഒരു അപ്ഡേഷൻ വരാൻ പോകുന്നുണ്ട്. തീർച്ചയായിട്ടും അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട കാര്യമെന്ന് പറയുന്നത് ഈ CNGയിൽ കിറ്റിൽ വരുന്ന ഒരു ഡിഫറൻസ് ആണ്. കിറ്റിൽ വരുന്ന ഡിഫറൻസ് എന്ന് പറയുമ്പോൾ കിറ്റിൻ്റെ പൊസിഷൻ മാറുകയാണ്. ബൂട്ടിൽ നിന്ന് അത് മാറ്റിയിട്ട് അണ്ടർ ബോഡി കിറ്റ് എന്നുള്ള രീതിക്ക് വരും. പെട്രോളിൽ ഈ ഒരു വാഹനം അവൈലബിൾ ആണ്, ഡീസലില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ വാഹനത്തിൻ്റെ കോമ്പറ്റേറ്റേഴ്സിനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എല്ലാം ഡീസലുണ്ട്. 8,26,000 മുതൽ 13 ലക്ഷം വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഷോറൂം പ്രൈസ്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ടോർക്ക് കൺവേർട്ടഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. അങ്ങനെ ഒരു പ്ലസ് പോയിന്റ് ഈ ഒരു വാഹനത്തിനുണ്ട്. സ്മാർട്ട് ഹൈബ്രിഡ് ഫീച്ചർ ടോർക്കിനെ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. അതും ഈ ഒരു വാഹനത്തിൻ്റെ അഡീഷണൽ പ്ലസ് പോയിൻ്റാണ്. ഇനി 3ാം സ്ഥാനത്ത് ദ ഓൾ ടൈം സെഗ്മെൻറ്റ് ക്രിയേറ്റർ എന്ന് പറയുന്നത് മിഡ് സൈസ് SUV സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വാഹനത്തിൻ്റെ സെഗ്മെൻറ്റ് എന്നാണ് പറയുന്നത് ക്രെറ്റ സെഗ്മെൻറ്റ്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹ്യുണ്ടായുടെ ഒരു ഐക്കോണിക് ബ്രാൻഡ് എന്നുള്ള രീതിക്ക് ക്രെറ്റ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഡീസലിൽ അവൈലബിൾ ആണ്, ടർബോ പെട്രോളിൽ അവൈലബിൾ ആണ്. അത് N-Line എന്ന ബാഡ്ജിങ്ങിലാണ് വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 1.5 നാച്ചുറലി ആസ്പിറേറ്റഡ് 4 സിലിണ്ടർ MPA എഞ്ചിനിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 113 BHPയും 143 Nm ടോർക്കും മാത്രമാണ് ഇതിൻ്റെ പെട്രോൾ വേർഷൻ്റെ പവർ ഫിഗേഴ്സ് എന്ന് പറയുന്നത്. 2026 ഫെബ്രുവരി മാസം ടോട്ടൽ 17,938 യൂണിറ്റുകൾ ടോട്ടൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ഇലക്ട്രിക് വേർഷൻ്റെ നമ്പറും കൂടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം നല്ല മികച്ച പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെക്കുന്നത്. ഈ ഒരു സെഗ്മെൻറ്റിലെ വാഹനമായിരുന്നിട്ട് പോലും എപ്പോഴും ക്രെറ്റയുടെ ഒരു സെയിൽ എന്ന് പറയുന്നത് ആവറേജ് ഒരു 16,000 യൂണിറ്റ് തന്നെയാണ്. 10,79,000 മുതൽ 20,20,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഷോറൂം പ്രൈസ്. പക്ഷേ ഇതിൻ്റെ സിബ്ലിംഗ് ആയിട്ടുള്ള കിയയുടെ സെൽറ്റോസിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് 10,99,000 ആണ്. പക്ഷേ ഇവിടെ ഒരു 20,000 രൂപയുടെ ഒരു കുറവുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. എഞ്ചിനെല്ലാം സെയിം തന്നെയാണ്. ഡിസൈൻ ലാംഗ്വേജിലും ഇൻറ്റീരിയറിൻ്റെ ലേഔട്ടിലും ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ എടുത്തു കൊണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ലുക്കിലും, രണ്ട് വാഹനങ്ങളുടെ ലുക്കിലൊക്കെ ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ട്. അതാണ് ഈ ഒരു വാഹനത്തെ കുറച്ചും കൂടെ, അതായത് സെൽറ്റോസിനെ കുറച്ചും കൂടെ പ്രീമിയം ആക്കി മാറ്റുന്നത്. ഇനി ഇലക്ട്രിക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 18 ലക്ഷം മുതൽ
24,70,000 വരെയാണ് ഹ്യുണ്ടായുടെ ക്രെറ്റയുടെ ഇലക്ട്രിക് വേർഷൻ്റെ എക്സ് ഷോറൂം പ്രൈസ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ രണ്ടാം സ്ഥാനത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടാറ്റയുടെ പഞ്ചാണ്. ഈ ഒരു വാഹനം 2024 ആ ഒരു കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റ വാഹനത്തിൻ്റെ കണക്കെടുക്കുമ്പോൾ മാരുതി സുസുക്കി ഞെട്ടിച്ചുകൊണ്ട് ഒന്നാം സ്ഥാനത്തേക്ക് വന്നൊരു വാഹനമാണ് ടാറ്റയുടെ പഞ്ച്. ഏകദേശം 2 ലക്ഷത്തിന് മുകളിൽ യൂണിറ്റുകൾ അന്ന് അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു. പിന്നെ കാലഹരണപ്പെട്ട ഡിസൈൻ ലാംഗ്വേജുമായിട്ട് വളരെ ഡിലേ ആയിട്ടാണ് ഈ ഒരു വാഹനത്തിൻ്റെ അപ്ഡേഷനൊക്കെ വന്നിട്ടുള്ളത്. ഇലക്ട്രിക്കിൽ അവൈലബിൾ ആണ്, CNGയിൽ അവൈലബിൾ ആണ്, പെട്രോളിൽ അവൈലബിൾ ആണ്, ഡീസലില്ല. ഡീസൽ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വാഹനം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി മാറിയാണ്. ഇപ്പോഴും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു വാഹനമാണ്. ആൾട്രോസിലുള്ള ആ ഡീസൽ എഞ്ചിൻ എടുത്ത് ഈ ഒരു വാഹനത്തിൽ വെച്ചിരുന്നെങ്കിൽ നല്ല രീതിയിലുള്ളൊരു സെയിൽ ഉണ്ടായേനെ. ആൾട്രോസ് എന്തിനാണെന്നറിയില്ല അവരിപ്പോഴും അതിനകത്ത് ഡീസൽ എഞ്ചിൻ കൊടുക്കുന്നത്. അത്രമേൽ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറഞ്ഞ ഒരു വാഹനമാണ്. 18,748 യൂണിറ്റുകളാണ് 2026 ഫെബ്രുവരി മാസം ടോട്ടൽ ടാറ്റ പഞ്ചിന് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിനകത്ത് ഇലക്ട്രിക്കും കൂടെ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രിക്, CNG, പെട്രോൾ, ടർബോ പെട്രോൾ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ടർബോ പെട്രോൾ പുതിയ അപ്ഡേഷനിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5,60,000 മുതൽ 10,55,000 വരെയാണ്. ഇതിൻ്റെ EV വേർഷനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 30 kWh ബാറ്ററി പാക്കും 40 kWh ബാറ്ററി പാക്കുമായിട്ട് അപ്ഗ്രേഡ് ചെയ്തു എന്നുള്ളതാണ്. 9,69,000 മുതൽ 12,59,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഇലക്ട്രിക് വേർഷൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാം സ്ഥാനത്തേക്ക് മറ്റൊരു വാഹനമാണ്. അത് ടാറ്റ മോട്ടോഴ്സിൻ്റെ ദ കംപ്ലീറ്റ് മാൻ എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു വാഹനമാണ്. പെട്രോളിൽ അവൈലബിൾ ആണ്, ഡീസലിൽ അവൈലബിൾ ആണ്, CNGയിൽ അവൈലബിൾ ആണ്, ഇലക്ട്രിക്കിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. ഭാവിയിൽ ഫ്ലെക്സ് ഫ്യൂൽ വേർഷനിലും ഈ ഒരു വാഹനം വരും. ടാറ്റ മോട്ടോഴ്സിൻ്റെ ദ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ടാറ്റ പഞ്ചാണ്. 19,430 യൂണിറ്റുകൾ 2024 ഫെബ്രുവരി മാസം ടോട്ടൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു. 12,49,000 മുതൽ 17,49,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഇലക്ട്രിക് വേർഷൻ്റെ എക്സ് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് വാഹനത്തിൻ്റെ ICE വേർഷൻ്റെ എക്സ് ഷോറൂം പ്രൈസ് 7,32,000 മുതൽ 14,15,000 വരെയാണ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നല്ല നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.